ഞങ്ങൾ ഈ കാര്യത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡിലുണ്ട്, പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. ഈ ബില്ല് പാസ്സാക്കിയത് എപ്പോഴാണ്? 4 വർഷം മുമ്പ്, 4 വർഷവും 4 മാസം മുമ്പ്. ആ സമയത്ത് തന്നെ പാർലമെന്റ് റെക്കോർഡ് എടുത്ത് നോക്കിയാൽ കോൺഗ്രസ് പാർട്ടി ശക്തമായി എതിർത്തിട്ടാണ് ആ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. പിന്നെ 4 വർഷം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ തൊട്ടു മുമ്പേ ഇത് പാസ്സാക്കാൻ വരുന്നത് അജണ്ട ക്ലിയറാണ്. ആ അജണ്ട തങ്ങളുടെ ഭരണപരാജയം മൂടിവെക്കുന്നതിന് വേണ്ടി വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കർഷകർ ആത്മഹത്യയും കർഷകരുടെ പ്രശ്നങ്ങളും മൂടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ പരിശ്രമമാണ്. അത് നടക്കാൻ പോകുന്നില്ല. ഈ നിയമം ഒട്ടും നടക്കാൻ പോകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് കാര്യങ്ങൾ, കോൺഗ്രസിന്റെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ്. കോൺഗ്രസ് ഈ നിയമത്തിന് എതിരാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് പിന്നെ വീണ്ടും എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക. അവരോട് നിങ്ങൾക്കൂടെ പറഞ്ഞല്ലോ ഒരുപാട് തെളിവുകളുണ്ട്. അവരോട് തന്നെ ചോദിച്ചാൽ അതൊന്ന് സംഘടിപ്പിക്കുക. എനിക്കും ഉപകാരമാണ്. ഞാനും അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അല്ല, അതാ പറഞ്ഞത്. അവരല്ലേ ഭരിക്കുന്നത്. 10 കൊല്ലമായിട്ട് അവരല്ലേ ഭരിക്കുന്നത്. അതാ, അത് ശരി. അപ്പൊ അത് ആവട്ടെ. അതിന് ഏത് സമയവും ഞങ്ങൾ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നുമില്ല. ഇവിടെ അത്തരം കാര്യങ്ങൾ എന്താണ് അവരുടെ അടുത്തുള്ളത് എന്നുള്ളത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വമില്ലേ? അതൊന്നും നിങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വമില്ലേ? എന്തെങ്കിലും തെളിവ് ചോദിച്ചോ? ഇപ്പൊ പറയുന്നില്ല. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവണം. എനിക്ക് ഇത്രയും ഇക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കണ്ടോളൂ. ആര്? കോൺഗ്രസാ? ഇലക്ട്രൽ ബോണ്ടിന്റെ ഇത് നിങ്ങളുടെ ചാനലിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ BJPയുടെ പിന്നെ അഴിമതി മൂടി വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചാനലിന്റെ. ഇലക്ട്രൽ ബോണ്ടിൽ ആരാ പ്രതികൂട്ടിലായിരിക്കുന്നത്? ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും അഴിമതി ഇല്ലാത്ത പാർട്ടി എന്ന് പറഞ്ഞ BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ പ്രതികൂട്ടിലായി. അത് മറച്ചു പിടിക്കാനാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് പോലും. നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, എന്താണ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിലുള്ള ഇപ്പോഴത്തെ ചോദ്യം? ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യം നിലനിൽക്കുവോ? ജനാധിപത്യം നിലനിൽക്കുവോ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ചോദ്യം ചെയ്യാനെന്ന വ്യാജേന പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇനി എത്ര മാസം എന്നുള്ളത് ആർക്കും അറിയില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം ഒരു പാർട്ടി നയിക്കുന്ന ആളാണ്. അപ്പൊ ഇത് ഏതെങ്കിലും ഭരണപക്ഷത്തിൽ ഒരു ആൾക്കെതിരെ കേസുണ്ടായിട്ടുണ്ടോ? ഇന്നിപ്പോ ഞാൻ മനോരമ പത്രത്തിൽ കൃത്യമായിട്ടും അതിന്റെ ആളുകളുടെ പേരുണ്ട്, കേസുകളിലുള്ളവരുടെ പേര്. ആ കേസുകളുടെ പേര് അവരെല്ലാം BJP ചേർന്നു. ആ കേസ് എന്തായി? ഇതെന്തുകൊണ്ട് ചോദിക്കപ്പെടുന്നില്ല? ഈ രാജ്യത്ത് ഇന്നലെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കണ്ടതാണ്. എല്ലാ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ എല്ലാവരും കൂടെ ഇലക്ഷൻ കമ്മീഷനെ കണ്ട് പറഞ്ഞതാണ്, ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിനെ നിയന്ത്രിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട്, നിയന്ത്രിക്കാറുണ്ട്. അവർ ചിലയിടത്ത് DGPയെ പോലും മാറ്റിയിട്ടുണ്ട്, പോലീസ് ഹോം സെക്രട്ടറിയെ മാറ്റിയിട്ടുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സ്, CBI ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ED ഓഫീസേഴ്സ് അവരെ നിയന്ത്രണമില്ലാതെ BJPയുടെ പാവകളായിട്ട് വർക്കുകയാണ്. എവിടെ? വെർ ഈസ് ദ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഫോർ ഇലക്ഷൻ? ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇത് ഈ രാജ്യത്ത് ഉയർത്തിപ്പെടുത്തുന്ന കാര്യമല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വേണ്ട സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ മോണിറ്റർ ചെയ്യുന്ന അന്വേഷണം വേണം. കോൺഗ്രസിന്റെ പേരുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ നടത്തി ഒരു ഇലക്ഷൻ ഉണ്ടാക്കാനല്ല BJP ഉദ്ദേശിക്കുന്നത്. അവർ ഈ രാജ്യത്ത് ജനാധിപത്യം തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, ഞാൻ ചോദിക്കുന്നത്, 1994 സീതാറാം കേസരി കോൺഗ്രസിന്റെ ട്രഷറായിരുന്ന കാലത്ത് അന്നുണ്ടായിരുന്നുള്ള ഏതോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ 27 വർഷം കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് നോട്ടീസ് അയക്കുക പറഞ്ഞ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേ ഞങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ മരവിപ്പിക്കുകയും ആ അക്കൗണ്ടിലെ പണം എടുത്തു മാറ്റുകയും ചെയ്യാൻ അതിന്റെ ഉദ്ദേശം എന്താ? രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുക്കണം, നമ്മുടെ പബ്ലിസിറ്റിക്ക് പണം കൊടുക്കണം, ഞങ്ങൾ മാധ്യമങ്ങൾക്കൊക്കെ തരുന്ന പബ്ലിസിറ്റിക്ക് പണം കൊടുക്കണം. ഇതൊക്കെ കൊടുക്കാൻ ഉപയോഗിച്ച പണമാണ് അവരെടുത്തുകൊണ്ടുപോയിരിക്കുന്നത്. എന്തിന്റെ പേരിലാണ്? ആകെ ഒരു മാസം റിട്ടേൺ വൈകാതെ, അതും 2019 ഇതുവരെ നടപടിയെടുക്കാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടപടിയെടുത്തിരിക്കുന്നു.
ഈ രാജ്യത്ത് പൗരാവകാശങ്ങൾക്കും ജനാധിപത്യ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിൽ അതൊന്നുമില്ലാതെ ഒരു ലെവൽ പ്ലേയിങ് കൊടുക്കാതെ ഇത്ര വലിയ അന്തരീക്ഷം ഉണ്ടായിട്ടും അതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അതല്ലേ ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്? പിന്നെ ഇത് നമ്മളെ വോട്ടിന് എന്താ അവകാശമുള്ളത്? അല്ല, അദ്ദേഹം ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസ്താവന കണ്ടപ്പോൾ. കേരളത്തിലെ മത്സരം LDFും BJPയും തമ്മിലാണെന്ന്. അത് BJP പോലും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് BJP പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരും LDFും തമ്മിലാണ്. ചില സ്ഥലങ്ങളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാവുമായിരിക്കും, ഇല്ലാതെ ഞാൻ പറയുന്നുണ്ടാവില്ല. പക്ഷേ വാസ്തവം എന്താണ്? ഇവിടെ മത്സരം LDFും UDFും തമ്മിലാണ് ഇവിടുത്തെ മത്സരം. അത് LDFും BJPയും തമ്മിലാണെന്ന് പറഞ്ഞാൽ അത് ഒരു BJPക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ PR വർക്കല്ലേ? BJPക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ PR വർക്ക് ചെയ്യേണ്ട ആളാണോ മിസ്റ്റർ ജയരാജൻ? അത് പറഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരായി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശവും കണ്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന്. അവരുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് BJP അല്ലേ പറയേണ്ടത്? LDF കൺവീനറാണോ BJP സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് പറയേണ്ടത്? എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ BJPയുടെ നല്ല സ്ഥാനാർത്ഥികളാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന്റെ പിന്നിൽ എന്താണ് ഉദ്ദേശം? എനിക്കറിയില്ല. ആലപ്പുഴ നിങ്ങളെല്ലാം കൂടെ സഹായിച്ച് ക്യാമ്പയിൻ ചെയ്തു തരുമല്ലേ? അപ്പോൾ അതിൽ വലിയ നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ആലപ്പുഴയിലെ ക്യാമ്പയിൻ അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകും. എല്ലാ കാലത്തും ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്ന ഒരു എളിയ പ്രവർത്തനമാണ് ഞാൻ. ഇപ്പോഴും ആ വിശ്വാസം ശക്തമായിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകും. നമസ്കാരം.